ഹലോ ഗൈസ്, ഇതെൻ്റെ ഒരു കുട്ടി വ്ളോഗ് കേട്ടോ. അമ്മയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. എൻ്റെ 28ാമത്തെ വയസ്സിൽ സെക്കൻഡ് ടൈമാണ് അമ്മയുടെ കൂടെ ബർത്ത്ഡേ ഒരുമിച്ച് ആഘോഷിക്കുന്നത്. ഞാനും നിലയും കൂടിയാണ് ഒരുമിച്ച് അമുക്യ ഹബ്ബിൽ വന്നത്. ഞങ്ങൾ ആദ്യം തന്നെ തുടക്കത്തിലൊരു സ്നാക്സ് ഇട്ടങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ കയറിയത് ഈ കോക്കോ എൻ്റെ പപ്പീൻ്റെ പേരാണ് കോക്കോ. ഇതൊരു പപ്പീൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഫുഡാണ്. ഇത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയായി. കാരണം വെച്ചാൽ ഞാൻ പപ്പിക്ക് കറക്റ്റ് പേരാണ് ഇട്ടത് കേട്ടോ. അതിലൊരു ഹാപ്പിനെസ്. പിന്നെ കേക്ക് സെലക്ട് ചെയ്യാൻ പോയി. സെലക്ട് ചെയ്ത് വെച്ചു. കമൻറ്റ് ബിലോ കേട്ടോ ഏത് കേക്കാണ് സെലക്ട് ചെയ്തതെന്നുള്ളത്. കേക്ക് ഏതാണെന്ന് അറിയണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്ന് നോക്കിയാൽ മതി, ഹരിതപ്രസാദ് ഒഫീഷ്യൽ. അതിനകത്ത് കേക്കിൻ്റെ ഫോട്ടോസ് ഞാൻ ഇട്ടിട്ടുണ്ടാവും. പിന്നെ അതിന് ശേഷം ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടു. പോകുന്ന വഴിക്കാണ് സുഷി കണ്ടത്. ഇത് ട്രൈ ചെയ്യണമെന്നൊരാഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പലരുടെയും വീഡിയോസൊക്കെ കണ്ടപ്പോൾ. പക്ഷേ എന്തോ എനിക്ക് പറ്റില്ല. എനിക്കൊരു ടേസ്റ്റ് ഉണ്ട്. ആ ടേസ്റ്റ് അല്ലാതെ എനിക്ക് വെറൈറ്റി ഫുഡൊക്കെ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് അതിനെ പറ്റത്തില്ല. എൻ്റെ മൂക്കിന് എൻ്റെ നാക്കിനൊക്കെ കുറച്ച് പവർ കൂടുതലാണ്. കണ്ണിനാണ് എനിക്ക് കുറച്ച് പവർ കുറവുള്ളത്. പിന്നെ ഞങ്ങൾ ഫുഡ് ട്രൈ ചെയ്തു. ഞാൻ ചിക്കൻ നഗറ്റ്സും പിന്നെ എന്താ പറയുക ഫ്രഞ്ച് ഫ്രൈസുമാണ്, ചീസി ഫ്രഞ്ച് ഫ്രൈസുമാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഒരു ഐസ്ഡ് ലൈം ജ്യൂസുമാണ് ഞാൻ ഓർഡർ ചെയ്തത്. നില ചെയ്തത് റൈസ് വിത്ത് സ്പൈസി ചിക്കൻ ആയിരുന്നു. പിന്നെ ഒരു ഐസ് ലെമൺ ടീയും കൂടി ഓർഡർ ചെയ്തു. ഞങ്ങൾക്ക് ആകെ പണിയിട്ടത് ഈ ഐസ് ലെമൺ ടീയിലും ഐസ് ലെമൺ ജ്യൂസിലുമാണ്. ഇതിനകത്ത് ഐസ് ക്യൂബ്സും ഈ സംഭവങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ. ഇതിനകത്ത് ഷുഗറും ഇല്ല, സോൾട്ടും ഇല്ല, ഒന്നുമില്ല. അത് കഴിക്കുന്ന ഞങ്ങളുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ പൊന്നോ, ഛർദ്ദിക്കാനൊന്നും പറ്റില്ല കേട്ടോ ഇവിടെ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ എങ്ങനെയൊക്കെയോ, ആ സാധനം ഫുഡൊക്കെ നല്ലതായിരുന്നു. ഈ ഡ്രിങ്ക്സ് എങ്ങനെയൊക്കെയോ ഞങ്ങൾ കുടിച്ചു. എൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ താഴെ വീണ്ടും വന്നു. ഞങ്ങൾ കേക്കൊക്കെ എടുത്തു, പേയ്മെൻ്റ് എല്ലാം ചെയ്തു. പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറി വീട്ടിൽ വന്നു. അപ്പോൾ ശരി, ഓക്കെ, ബൈ.